കൊച്ചിയിൽ 13 വയസ്സുകാരി വൈഗയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. സ്വന്തം മകളെ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിലെറിഞ്ഞ കേസിൽ പിതാവ് സനു മോഹനാണ് ഏക പ്രതി. കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാൻ കൊലപാതകം നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകളിൽ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് വിധി പറയുക. 2021 മാർച്ച് 21 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് അമ്മാവനെ കാണിക്കാനെന്ന് പറഞ്ഞ് മകൾ വൈഗയെ പിതാവ് സനുമോഹൻ കൊച്ചി കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കുഞ്ഞിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം കുഞ്ഞിൻ്റെ മൃതദേഹം മുട്ടാർ പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് തൻ്റെ പുറകിലുണ്ടെന്നറിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഗോവ, കോയമ്പത്തൂർ, മൂകാംബിക എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഏപ്രിൽ 18 കർണാടകയിലെ കാർവാറിൽ നിന്ന് പിടികൂടിയത്. ജൂലൈ 9 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പണം കടം വാങ്ങിയവരെ കബളിപ്പിച്ച് മറ്റൊരാളായി ജീവിക്കാൻ തീരുമാനിച്ച സനുമോഹൻ മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് 240 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. കൊലക്കുറ്റം ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 328, 201 വകുപ്പുകൾക്ക് പുറമെ 77 JJ ആക്ട് പ്രകാരമുള്ള കുറ്റവും സനുമോഹനെതിരെ ചുമത്തിയിട്ടുണ്ട്. 1200 പേജുള്ള ഡിജിറ്റൽ ഫയലും കുറ്റപത്രത്തോടൊപ്പം തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2022 മാർച്ചിലാണ് വിചാരണ തുടങ്ങിയത്. 80ഓളം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 134 രേഖകളും 34 തൊണ്ടിമുതലുകളും കോടതി പരിശോധിച്ചു. 1.5 വർഷത്തിലധികം നീണ്ട വിചാരണ ഇക്കഴിഞ്ഞ ഡിസംബർ 20 പൂർത്തിയായത്. കൈരളി ന്യൂസ്, കൊച്ചി.